ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തക്കാളി കറിക്ക് വാങ്ങിയ തക്കാളിയിൽ നിന്ന് എടുത്ത വിത്ത് മുളച്ച തൈയാണ്. രണ്ടെണ്ണം മാറ്റി നട്ടിട്ടുണ്ട്. 2 തൈ മാറ്റി നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് കറിക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് മുളച്ച് വന്നിട്ടുണ്ട്. മുളച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ ഒരിക്കൽ കറിക്ക് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഇത് ഇവിടെ നട്ടു കൊടുക്കാം. അധികം കുഴി കുത്തണമെന്നില്ല, ചെറിയൊരു കുഴിയാക്കിയിട്ട് ഇതിൽ നട്ടു കൊടുക്കാം. ഇങ്ങനെ നട്ടു കൊടുക്കാം. ഇനി നന്നായി മുള വരും, നന്നായി വളരുകയും ചെയ്യും. ഈ ഗ്രോ ബാഗിലും നമുക്ക് നട്ടു കൊടുക്കാം. നമ്മളിപ്പോൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം നിറച്ച് അതേ ദിവസം നമ്മൾ ഒരിക്കലും അതിൽ എന്തെങ്കിലും നടരുത്. ഒരാഴ്ച ഗ്രോ ബാഗ് നിറച്ച് വെക്കണം. മണ്ണും ചാണകപ്പൊടിയും മണലും കലർത്തി ഗ്രോ ബാഗ് നിറച്ച് ഒരാഴ്ച വെള്ളമൊഴിച്ച് വെക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ അതിലെന്തെങ്കിലും നട്ടാൽ മതി. പെട്ടെന്ന് എന്തെങ്കിലും നടണം തോന്നുമ്പോൾ വേഗം കൊണ്ടുവന്ന് അതിൽ വിത്തോ ചെടിയോ നടരുത്. ഒരാഴ്ചയെങ്കിലും ഗ്രോ ബാഗ് നിറച്ച് വെക്കണം. പിന്നെ പലരും കൃഷി ചെയ്യാൻ പറയുമ്പോൾ പലരും പറയുന്ന ഒരു പ്രോബ്ലമാണ് വിത്ത് കിട്ടുന്നില്ല, നല്ല വിത്ത് കിട്ടുന്നില്ല. എൻ്റെ കയ്യിലൊരു വിത്തുമില്ല, ഒന്നും നടാൻ എനിക്ക് ഒരു വിത്തും കിട്ടിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃഷി ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട്. നമുക്ക് കൃഷി ചെയ്യാനുള്ള എല്ലാ സാധനവും നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ മുളക് വാങ്ങുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ പിരിയ മുളകാണുള്ളത്. ഈ പിരിയ മുളകിൻ്റെ വിത്തെടുത്തിട്ട് ഇപ്പോൾ ഇതിൽ നല്ല വിത്തില്ലേ, ഇതിലെല്ലാം വിതറി കൊടുക്കുക. ഈ ഗ്രോ ബാഗിലെല്ലാം വിതറി കൊടുത്താൽ ഇതിലും വിതറി കൊടുക്കുക. ഇതിലെല്ലാം വിതറി കൊടുക്കുക. ഇതിലിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര മുളക് തൈകൾ നമുക്ക് കിട്ടും. 2 3 1 2 ഇതിൽ തന്നെ നിർത്തി ബാക്കിയുള്ളവ പറിച്ച് നടുക. മുളകായില്ലേ, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നട്ടു പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത് നമുക്ക് വേണ്ടത് മുളകാണ്. മുളക് എപ്പോഴും നമുക്ക് പച്ചമുളക് പറിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കടയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പച്ചമുളക് പറിക്കാൻ.